തിരുവനന്തപുരത്ത് പൂജാരിയെ ക്ഷേത്രത്തിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഒടുവിൽ നടപടി. പൂന്തുറ SHO സന്തോഷിനെ സ്ഥലം മാറ്റി. വിഷയത്തിൽ SHOയ്ക്ക് ജാഗ്രത കുറവുണ്ടായതായാണ് അന്വേഷണ റിപ്പോർട്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും ഒടുവിൽ നടപടിയായിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും? നമുക്കറിയാം, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. പക്ഷേ ഈ നടപടി ഒരാളിലേക്ക്, ഒരു ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. വിവാദമായതിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടിയിരുന്നു ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറിൽ നിന്ന്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CIക്കെതിരെ നടപടി, SHOയ്ക്കെതിരെ നടപടി വന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സന്തോഷിനെ പൂന്തുറ സ്റ്റേഷനിലെ ചുമതലയിൽ നിന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾ വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു കാര്യത്തിൽ വ്യക്തത. എന്തായാലും വലിയ ആവശ്യം ഉയർന്നതിന് ശേഷമാണ് CIക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നത്. കാരണം 26-ാം തീയതി വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് അരുൺ പോറ്റിയെ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും മണക്കാട് മുത്തുകാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പൂന്തുറ സ്റ്റേഷനുണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അറസ്റ്റ് നടപടികൾ ഉണ്ടായത്. പക്ഷേ ഈ കേസുമായി തനിക്കൊരു ബന്ധമില്ലെന്ന് അരുൺ പോറ്റി നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. തൊട്ടടുത്ത ദിവസം മൊഴി നൽകാൻ എത്താമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നതാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് കാത്തു നിൽക്കാതെയാണ് പൂജാ സമയത്ത് ക്ഷേത്രത്തിലെത്തുകയും പൂജാ വിധികൾക്കനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചിരുന്ന പൂജാരിയെ ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ വിലങ്ങ് വെച്ച് ക്ഷേത്രസന്നിധിയിൽ നിന്നും കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ജീപ്പിൽ കയറ്റി പൂന്തുറ സ്റ്റേഷനിലെത്തി ഏതാണ്ട് കൊടും ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്തിരുന്നത്. കാരണം വിലങ്ങ് വെച്ചതിന് ശേഷം സെല്ലിൽ അടയ്ക്കുന്ന ഏതാണ്ട് 2 മണിക്കൂറോളം സെല്ലിൽ അടയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ പ്രതിഷേധം ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഹിന്ദു ഐക്യവേദി, അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്ത്, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയിട്ടുള്ള വിവിധ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി. പല സമരങ്ങൾ നടന്നു. ഇതിനൊടുവിലാണ്, കാരണം ഈ നടപടിയൊക്കെ വൈകുന്നതിലൊക്കെ വലിയ വിമർശനമൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൂന്തുറ SHO സന്തോഷിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. കാരണം അന്ന് CIക്കാണ് പ്രധാനപ്പെട്ട ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് കാണുന്നത്. ആ രീതിക്കാണ് നടപടി അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്തായാലും വലിയ വിവാദമായ സംഭവമാണ്. അതിനൊടുവിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പോലീസുകാർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഈ നിമിഷം നമുക്ക് വ്യക്തതയില്ല. ലക്ഷ്മി, വീഴ്ചയിൽ എന്തായാലും പങ്കുണ്ട്, തക്കതായ നടപടി വേണമെന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളതെന്ന് മനസ്സിലാകുന്നു. ഇത് എങ്ങനെയാണ്? സ്ഥലമാറ്റമാണോ? അതിനെക്കുറിച്ച്, ഈ നടപടിയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? സൂചനകൾ എന്താണ് പ്രജിത്ത? ലക്ഷ്മി, നിലവിൽ അദ്ദേഹത്തിനെ പൂന്തുറ സ്റ്റേഷന്റെ ചുമതലയിൽ നിന്ന് മാറ്റി എന്നത് മാത്രമാണ് നമുക്ക് ലഭ്യമായ വിവരം. മറ്റ് എവിടെയെങ്കിലും നിയമനം നൽകിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഈ സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹത്തെ പുനർനിയമനം ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സസ്പെൻഷൻ നടപടികളിലേക്ക് മറ്റു പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ നിമിഷം നമുക്ക് വ്യക്തതയില്ല. പ്രാഥമികമായി ലഭ്യമായ വിവരമാണ്. അപ്പോൾ ഒരു മണിക്കൂറുകൾ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും. എന്തായാലും ഹൈന്ദവ സമൂഹം വലിയ രീതിയിൽ ഏറ്റെടുത്തൊരു വിഷയമാണ്. കാരണം നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു വിഷയമാണ്. ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് പൂജാരിയെ കയ്യാമം വെച്ച് പോലീസ് കൊണ്ടുപോകുന്ന ഒരു നടപടി, പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു വലിയ രീതിയിലുള്ള കുറ്റങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ, ചില പരാതികൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ മാത്രം അത്തരമൊരു നടപടി സ്വീകരിച്ചതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധമായി എത്തിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനടക്കമുള്ളവർ പോലീസിന്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നും ഇതൊരു തെരുവ് സമരത്തിലേക്ക് കൊണ്ടുപോകരുതെന്നടക്കം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങളും ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകാത്ത സാഹചര്യമൊക്കെ വാർത്ത ചെയ്തിരുന്നു. അതിനുശേഷമാണ് 26-ാം തീയതി നടന്ന സംഭവമാണ്. ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രാഥമികമായി എടുത്തു പറയേണ്ട കാര്യം.